Hey, good morning everyone. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് how we can build our confidence. You build the confidence. This is the secret. If you apply this, you are golden. Next, immediate level, comfortable but not very comfortable level പോയി. Hey, good morning everyone. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് how we can build our confidence. നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്കറിയാം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും we need confidence. We need confidence to speak with people. We need to confidence to run businesses. We need confidence to meet people. We need confidence to actually attend an interview. കോൺഫിഡൻസ് എല്ലായിടത്തും വേണം. പക്ഷേ ചിലർ ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്കേഡ് ആവുന്നുണ്ട്. അവർക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ മറ്റ് ചിലർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? സോ ഈസ് ഇറ്റ് ബിൽഡബിൾ? ഈസ് ഇറ്റ് സ്ലോലി ബിൽഡബിൾ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ചെറിയ ചെറിയ പ്രോമിസുകൾ കൊടുത്തിട്ട് ആ പ്രോമിസ് ഫുൾഫില്ല് ചെയ്ത് പോയാൽ നമ്മളെ കോൺഫിഡൻസ് കൂടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അത് തീർത്താൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ വിൽ പവറൊക്കെ കൂടും. നമ്മൾ വിൽ പവർ കൂടുന്നതും നമ്മളുടെ കോൺഫിഡൻസ് കൂടുന്നതും നമ്മൾ തുടങ്ങിയ കാര്യം ഫിനിഷ് ചെയ്താൽ കോൺഫിഡൻസ് കൂടുന്നതാണ്. സോ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല. നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേറൊരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഐ എം ഗോയിങ് ടു റിവീൽ ദാറ്റ് സിസ്റ്റം ഹിയർ. സോ വെൻ ഐ സ്റ്റാർട്ടഡ് കോണ്ടൻറ്റ് ക്രിയേഷൻ, യൂട്യൂബിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുവരെ തുടങ്ങാത്ത ഒരാൾക്ക് കുറച്ച് കോൺഫിഡൻസ് വേണം. വി നീഡ് കോൺഫിഡൻസ് ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഫേസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്, അതിന് മുമ്പ് ഒരുപാട് ഫേസ്ലെസ് വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഫേസ് വീഡിയോസ്. അതുവരെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സോ ഹൗ വി ക്യാൻ ബിൽഡ് കോൺഫിഡൻസ്? സോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഒരു സീക്രട്ട് ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് പേർപ്പസാണ്. പേർപ്പസ്. സോ വൈ വി ആർ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഇവിടെ ജീവിക്കുന്നത്, നമ്മളെ പേർപ്പസ് എന്താണ്, എൻ്റെ സ്കില്ലും എൻ്റെ കഴിവും ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ അംഗങ്ങളെ ഏത് രീതിയിൽ എനിക്ക് പരിപാലിക്കാൻ പറ്റും, ഏത് രീതിയിൽ എനിക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പേർപ്പസിൻ്റെ ഒരു ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഡെഫിനിഷൻ. വൈ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, പേർപ്പസ് ഉണ്ടെങ്കിൽ വി വിൽ ബിക്കം ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻറ്റ്. നമുക്ക് കോൺഫിഡൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേർപ്പസ് എന്താണ്? എൻ്റെ പേർപ്പസ്, ഐ വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ ടു ബി എ ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. Malayalam I'm not focusing, but in English language I want to help people to communicate better in an emotional way, in an engaging way, in an influential way. That is my purpose. Along with that, I am helping people to personally develop. ഞാൻ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് മൈ പർപ്പസ്. സോ എനിക്കൊരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് നമുക്ക് കുറച്ചൊക്കെ വരും. ഇനി എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ വി നീഡ് കോൺഫിഡൻസ് ടു സ്പീക്ക് വിത്ത് പീപ്പിൾ, റൈറ്റ്? ആൾക്കാരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് വേണം. 1000 ആൾക്കാരുള്ളൊരു വേദി കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് കോൺഫിഡൻസ്. ടു സ്റ്റാർട്ട് എ ബിസിനസ് വി നീഡ് കോൺഫിഡൻസ്. ടു സെർവ് പീപ്പിൾ വി നീഡ് കോൺഫിഡൻസ്. ടു മീറ്റ് പീപ്പിൾ വി നീഡ് കോൺഫിഡൻസ്. ഫോർ എവറിത്തിങ് വി നീഡ് കോൺഫിഡൻസ്. ടു മീറ്റ് മൈ ഇൻ്റർവ്യൂവർ ഐ നീഡ് കോൺഫിഡൻസ്. എല്ലാത്തിനും കോൺഫിഡൻസ് വേണം. സോ ഹിയർ നമുക്ക് ഓൾറെഡി പേർപ്പസ് ഉണ്ട്. ഞാനിവിടെ വിഷ്വലി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട്. ഓക്കെ, സോ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ഈ ചിത്രത്തിൽ ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഫിഡൻസിൻ്റെ ഒരു റൂട്ട് മാപ്പാണ്. നിങ്ങൾക്ക് ഓൾറെഡി വൈ ഉണ്ട്, അതായത് പേർപ്പസ് ഉണ്ട്. സോ യു ആർ ഹിയർ, നിങ്ങൾ ഇവിടെയാണ്. സോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോഴുള്ള. ഓക്കെ, എനിക്ക് പേർപ്പസ് ഉണ്ട്, എന്തെങ്കിലും പർപ്പസ് ചെയ്യാം. പർപ്പസിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ പേർപ്പസ്, എനിക്ക് എൻ്റെ സൊസൈറ്റിയിലുള്ള ആളുകളെ ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ പേർപ്പസ്. അല്ലെങ്കിൽ കുട്ടികളെങ്ങനെ മലയാളം ഭാഷ പഠിച്ചത് അതേ രീതിയിൽ ഇംഗ്ലീഷ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു പേർപ്പസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പേർപ്പസും എല്ലാം അലൈൻഡ് ആണ്. സോ ഈ പേർപ്പസ് ഉണ്ടായതുകൊണ്ട് തന്നെ വൈ ഈസ് ഫൈൻ. എൻ്റെ വൈ ഓക്കെയാണ്. എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇവിടെയാണെന്ന് കരുതുക. ഞാൻ ഇനി ഈ കോൺഫിഡൻസ് ലെവൽ ഗോൾഡിലോക്ക് റൂൾ ഉപയോഗിച്ചിട്ട്, അത് ഗോൾഡിലോക്ക് റൂളിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ ഒരു കോൺഫിഡൻസ് എഫക്റ്റീവായിട്ട് കംഫർട്ടബിളി ബിൽഡ് ചെയ്യാൻ പറ്റിയ നമ്മളുടെ കോൺഫിഡൻസ് കംഫർട്ടബിളി ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റൂളാണ് ഗോൾഡി ലോക്ക് റൂൾ. ഓക്കെ, ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഈ കോൺഫിഡൻസ് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്
പറയാൻ പോകുന്നത്. പല ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ലെവലിൽ നിന്ന് നേരെ ഈ ലെവലിലേക്ക് ചിന്തിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വേറെ ലെവൽസ് ഉണ്ട്. സോ ഇതെല്ലാം ലെവൽസാണ്. സോ ഈ ലെവലിനെ പറ്റിയിട്ടൊന്നും ബോധറാവാതെ നേരെ ഹൈ ലെവലിൽ ചിന്തിക്കുമ്പോൾ യു വിൽ ബി സ്കെയർഡ് ടു ഡെത്ത്. ഓക്കെ, ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒരു 100 ആൾ അടങ്ങുന്നൊരു വേദിനൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ സ്പോട്ടിൽ നമ്മൾ വി ആർ സ്കെയർഡ്, വി ആർ ടോട്ടലി സ്കെയർഡ്, വി ആർ സ്കെയർഡ് ടു ഡെത്ത്. ഓക്കെ, ആക്ച്വലി ദിസ് ഇസ് നോട്ട് ദി ആക്ച്വൽ ഇല്ലുസ്ട്രേഷൻ. വി ആർ സ്കെയർഡ് ടു ഡെത്ത്. നമ്മൾ ഗോൾഡിലോക്ക് റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ നമുക്ക് ഇത് കംഫർട്ടബിളാണ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും വളരെ കംഫർട്ടബിളാണ്. ബട്ട് ഈ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് നമ്മളെപ്പോഴും ഈ ലെവലിൽ ചിന്തിക്കാതെ, ഈ ലെവലിലാണ് നമ്മൾക്ക് എത്തേണ്ടത്, പക്ഷേ ഈ ലെവലിൽ ചിന്തിക്കാതെ ഈ ലെവലിൽ ചിന്തിക്കുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗോൾഡിലോക്ക് റൂൾസ്. ഗോൾഡിലോക്ക് റൂള് ഇതാണ് പറയുന്നത്, ഈ ഒരു കാര്യമാണ് പറയുന്നത്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് കംഫർട്ടബിളാണ്, പക്ഷേ ഒരു ചെറിയ പേടി ഉണ്ടാവും. നമുക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവും. കംഫർട്ടബിളാണ്, ചെറിയ പേടി ഉണ്ടാവും, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വി ആർ കംഫർട്ടബിൾ, വി ആർ കോൺഫിഡൻറ്റ് ടു സ്പീക്ക് വിത്ത് അവർ ഫ്രണ്ട്സ്. ഓക്കെ, സോ ബട്ട് നമ്മളുടെ അത്ര ഒന്നും അടുപ്പമില്ലാത്തൊരു ഫ്രണ്ടിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ മാനേജബിളും ആയിരിക്കും. സോ വി ക്യാൻ ആക്ച്വലി സ്പീക്ക് വിത്ത് ഹിം. നമുക്ക് ആക്ച്വലി അവനോട് സംസാരിക്കാം അല്ലെങ്കിൽ അവളോട് സംസാരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഓക്കെ, വി ആർ ബിൽഡിംഗ് ദി കോൺഫിഡൻസ് ലെവൽ. ഇനി ഒരാളോട് സംസാരിക്കുന്നതിന് പകരം നമുക്ക് 2 പേരെ ഒരുമിച്ച് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? 3 പേരെ ഒരുമിച്ച് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? 4 പേരെ ഒരുമിച്ച് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റും. കാരണം ഈ ലെവലിൽ എത്തിയാൽ പിന്നെ ഇത് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഈ ലെവലിലേക്ക് എത്തിയാൽ 4 പേര് കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷേ ഒരു ചെറിയൊരു പേടി, ഫിയർ നമ്മൾ മനസ്സിലുണ്ടാവും. സോ ഈ രീതിയിൽ നമ്മളുടെ ആക്ഷൻ, നമ്മൾ ഈ ഒരു ഹൈ ലെവലിനെ പറ്റി ചിന്തിക്കാതെ നേരെ മുകളിലുള്ള ലെവലിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ, നമ്മൾ മുകളിലോട്ട് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഈ ഗോൾഡിലോക്ക് റൂൾ പ്രകാരം കോൺഫിഡൻസ് പതുക്കെ ഇങ്ങനെ കൂടി വരും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ്, വി നീഡ് കോൺഫിഡൻസ് ആൻഡ് കറേജ് ഫോർ ദാറ്റ്. ആ കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൈ കറക്റ്റ് ആവണം, പേർപ്പസ് ഉണ്ടാവണം. പേർപ്പസ് ഉണ്ടായാലും ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ട് സംസാരിക്കലാണ്. അവരെ സംസാരിച്ചു, 1-2 പേരെ ഫേസ് ചെയ്ത് സംസാരിച്ചു, അവരുടെ മുന്നിൽ എണീറ്റ് നിന്ന് സംസാരിച്ചു. അങ്ങനെ ഒരു 4 പേരെ മുമ്പിൽ എണീറ്റ് നിന്ന് സംസാരിച്ചു. ഫാമിലി മെമ്പേഴ്സാണ്, കംഫർട്ടബിളാണ്. അങ്ങനെ ഒരു 10 പേര് മുമ്പിൽ നിന്ന് സംസാരിച്ചു. എന്നിട്ട് ആ 10 പേര് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ സ്പീച്ച് എഫക്റ്റീവ് ആക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് അവർക്ക് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നതിൽ ഒരു പവർഫുൾ ബിഗിനിങ് ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ സംസാരം ഒരു അരമണിക്കൂറായിക്കോട്ടെ 5 മിനിറ്റ് ആയിക്കോട്ടെ, ആ അരമണിക്കൂർ മുഴുവനായിട്ട് അറ്റൻറ്റീവ് ആണോ, അവർ അറ്റൻഷൻ തരുന്നുണ്ടോ? സോ അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത്. സോ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം കണക്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെയാണ് പതുക്കെ പബ്ലിക്കിനെ അതിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു കേസ് പറയുന്നത് എൻ്റെ പേർപ്പസ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേറ്റബിൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. സോ അതിലൂടെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പേർപ്പസ്. ആ പേർപ്പസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ വി ആർ ഹെൽപ്പിംഗ് സംബഡി ടു സോൾവ് ദെയർ പ്രോബ്ലം, ഓർ വി ആർ ഹെൽപ്പിംഗ് സംബഡി ടു ഇംപ്രൂവ് ദെയർ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ. ഒരാളുടെ പ്രോബ്ലമോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ ഇംപ്രൂവ് ചെയ്യുന്നൊരു പരിപാടിയാണ് ബിസിനസ്. സോ വി നീഡ് ടു ഡു ദാറ്റ്. എവറിബഡി ഷുഡ് ഡു ബിസിനസ് എല്ലാവരും ചെയ്യണം. സോ ബേസിക്കലി ബിസിനസ് സർവീസാണ്. സോ ബിസിനസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് വേണം, നല്ല കോൺഫിഡൻസ് വേണം. അതെങ്ങനെ ബിൽഡ് ചെയ്യാം? സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് വാല്യൂ കൊടുത്തൂടെ? ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വരേണ്ടത്, ഞാനിപ്പോൾ ഒരു സർവീസ് കൊടുക്കാൻ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ സർവീസിന് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് അല്ലേ? സോ അവരെ കൺവിൻസ് ചെയ്യാൻ സുഖമല്ലേ? അവരെ കൺവിൻസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലേ? സോ അവർക്ക് ഫ്രീ വാല്യൂ കൊടുത്തൂടെ? അങ്ങനെ ഫ്രീ വാല്യൂ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെയ്ഡ് വാല്യൂ കൊടുക്കുമ്പോൾ അവർ അപ്സ്കിൽ ആവാണ്, അവർക്ക് ഹെൽപ്പ് ലഭിക്കുകയാണ്. സോ അങ്ങനെ സർവീസ് കൊടുക്കുന്ന മസിൽ അങ്ങനെ ബിൽഡ് ചെയ്തൂടെ? അതല്ല എന്നുണ്ടെങ്കിൽ സർവീസ് കൊടുത്ത് നമ്മളുടെ സർവീസ് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തൂടെ? പതുക്കെ അവിടുന്ന് തുടങ്ങിയിട്ട് പബ്ലിക്കിന് വാല്യൂ കൊടുക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വന്നൂടെ?
സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഗോൾഡിലോക്ക് റൂൾ. ഇപ്പോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പബ്ലിക് സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഏതിലാവട്ടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ദിസ് ഗോൾഡിലോക്ക് റൂൾ. ഗോൾഡിലോക്ക് റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതിന് പേർപ്പസ് വേണം. പേർപ്പസ് ഉണ്ടായാൽ മാത്രം പോരാ, പേർപ്പസ് ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്ന ലെവലിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ലെവലിൽ പറ്റും എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ പറ്റുന്ന ലെവലിൽ നിങ്ങൾ സർവീസ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. സോ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരാളോട് സംസാരിക്കുക, പിന്നെ അത് 2 ആൾ 3 ആൾ 4 ആൾ, പിന്നെ പബ്ലിക്, അങ്ങനെ മുന്നോട്ട് പോവുക. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് കൊടുത്തു തുടങ്ങുക. ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് സർവീസ് കൊടുത്തു തുടങ്ങുക. സ്റ്റാർട്ടിങ്ങിൽ ഫ്രീ കൊടുക്കാം, because we are not very sure we are really good at our services, right? So അതിനുശേഷം പബ്ലിക്കിലേക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങാം, പിന്നെ ആ ഒരു രീതിയിൽ സ്കെയിൽ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സോ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ. കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും സോ വി ക്യാൻ ജസ്റ്റ് റെക്കോർഡ് അവർ വീഡിയോ ആൻഡ് പോസ്റ്റ് ഇറ്റ് ഇൻ അവർ ഫാമിലി ഗ്രൂപ്പ്. ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാം, ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ നിന്നെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൂടും. എന്നിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് അത് 1000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും എത്തും. അങ്ങനെ വി വിൽ ബി എ ബെറ്റർ പബ്ലിക് സ്പീക്കർ, വിൽ ബി ബെറ്റർ ഓൺട്രപ്രനോർ. സോ ദിസ് ഈസ് ദ സീക്രട്ട് ടു ബിൽഡ് കോൺഫിഡൻസ്. നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യം ഫിനിഷ് ചെയ്യുക, ചെറിയ ചെറിയ പ്രോമിസുകൾ നമ്മൾ കൊടുത്തതെല്ലാം നിറവേറ്റി മുന്നോട്ട് പോവാം. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം കോൺഫിഡൻസും വിൽ പവറും കൂട്ടും. പക്ഷേ നമ്മളെ പേർപ്പസ് തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള കഴിവ് ഉപയോഗിച്ചിട്ട് സർവീസ് കൊടുത്ത് തുടങ്ങി, സംസാരിച്ച് തുടങ്ങി, പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ ശേഷം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ലെവൽ, കംഫർട്ടബിൾ ബട്ട് നോട്ട് വെരി കംഫർട്ടബിൾ ലെവലിൽ പോയിട്ട് സർവീസ് കൊടുക്കുക, സംസാരിക്കുക, അങ്ങനെ ലെവൽ കൂട്ടി കൂട്ടി അവസാനം വി വിൽ ബി റീച്ചിങ് അറ്റ് ദിസ് ലെവൽ. ഈ ഫൈനൽ ലെവലിലേക്ക് നമ്മൾ എത്തുന്നതാണ്. സോ ഈ ലെവലിൽ എത്തുമ്പോൾ ഇതെല്ലാം കംഫർട്ടബിൾ ആയിരിക്കും. എവറിത്തിങ് ഈസ് ഹാർഡ് ബിഫോർ ഇറ്റ് ഈസ് ഈസി. നമ്മൾ ഈസി ആവുന്നതിന് മുമ്പ് എല്ലാം ഹാർഡായിരുന്നു. സോ റിമെമ്പർ ദാറ്റ് you just know about your purpose, and with your ability, current ability, you start giving values, you start producing, and slowly you build the confidence. This is the secret. If you apply this, you are golden, and it'll work incredibly well for any field. All the best. Super.